നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരുമകളെ അമ്മ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഓരോരോ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കൊടും ക്രൂര കൊലപാതകത്തിന് ശേഷം ശാന്ത എന്ന അമ്മ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. മാത്രമല്ല, രജിലയെ പോലെ എത്രയോ മരുമക്കൾ പെൺകുട്ടികൾ അവരുടെ ഭർത്തൃ വീട്ടിൽ അവരുടെ അമ്മമാരുടെ പീഡനമേറ്റ് ഇത്തരത്തിൽ ഞെരുങ്ങുന്നുണ്ടാകാം എന്നതടക്കമുള്ള ഒരു നിഗമനങ്ങളൊക്കെ നിലവിൽ ഉയരുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയെങ്കിൽ, അതായത് സ്വന്തം മരുമകളെ അതിക്രൂരമായി കുട്ടികളുടെ മുന്നേ ഇട്ട് കൊലപ്പെടുത്താൻ ശാന്ത എന്ന സ്ത്രീക്കായി എങ്കിൽ പെട്ടെന്നൊരു പ്രകോപനം, ആ പ്രകോപനം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടുവെങ്കിൽ രജില ആ വീട്ടിനുള്ളിൽ എന്തൊക്കെ സഹിച്ചിരുന്നിരിക്കാം, എന്തൊക്കെ പീഡനങ്ങൾ ശാന്തയുടെ ഭാഗത്തു നിന്ന് രജിലയ്ക്കെതിരെ ഉണ്ടായിരുന്നിരിക്കാം എന്നതടക്കമുള്ള ചോദ്യങ്ങളും നിലവിൽ ശക്തമാണ്. എന്തായാലും ശാന്തയ്ക്ക് പേരക്കുട്ടികളോടൊരു സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പോലീസുകാരോട് ഇടയ്ക്ക് പേരക്കുട്ടികളുടെ വിവരം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് ശാന്ത ചോദിക്കുകയുണ്ടായി, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ. എന്തായാലും പേരക്കുട്ടികൾ എങ്ങനെയോ ഇരിക്കുന്നു എന്നതടക്കമുള്ള ചോദ്യം, അവർക്ക് അമ്മയില്ലാതാക്കിയിട്ട് ആ 2 കുട്ടികളെ അമ്മയില്ലാതാക്കിയിട്ട് ആ കുട്ടികളുടെ വിവരം അന്വേഷിക്കുകയാണ് ശാന്ത എന്ന സ്ത്രീ. അക്ഷരാർത്ഥത്തിൽ കൊടും ക്രൂരതയാണ് ശാന്ത ചെയ്തു കൂട്ടിയത്. ആരും കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. അതോ ആ കുട്ടികളുടെ മുന്നേയിട്ട് സ്വന്തം അമ്മ, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മുമ്മയുടെ കൈകൊണ്ട് മരിക്കുന്നത് കാണേണ്ടി വന്ന ആ കുട്ടികളുടെ അവസ്ഥ അത് എത്രത്തോളം ഭയാനകമാണ്, ഭീകരമാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി അടുക്കള ഭാഗത്ത് അടുപ്പിനടിയിൽ നിന്നാണ് ഇവർ സൂക്ഷിച്ചത്. അത് അവിടെ നിന്ന് തെളിവെടുപ്പിനിടെ കണ്ടെത്തിയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കൊലപാതകം നടന്ന ആ വീട്ടിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു വെള്ള നൈറ്റി ആയിരുന്നു ശാന്ത ധരിച്ചിരുന്നത്. ആ നൈറ്റ് നിറയെ രക്തമായിരുന്നു. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു തല കറങ്ങുന്ന രീതിയിലുള്ള കാഴ്ചയായിരുന്നു അത്. ആ നൈറ്റ് നിറയെ രക്തമായിരുന്നു. ആ രക്തം പോലും കഴുകിക്കളയാതെയാണ് ആ സ്ത്രീയെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അത്രയും കൊടും ഭീകരതയാണ് ആ വീട്ടിനുള്ളിൽ അരങ്ങേറിയത്. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് ശാന്തയുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നതുപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയ ശേഷം ഇവർ പോലീസിനെ കണ്ടപ്പോൾ പോലീസ് എത്തിയല്ലോ, ഇനി എനിക്ക് പേടിക്കേണ്ട എന്ന് പറഞ്ഞ് പോലീസിനോടൊപ്പം യാതൊരു കൂസലും ഇല്ലാതെ കയറിപ്പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. മരുമകൾ രജിലയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം വീട്ടിനകത്ത് തന്നെയാണ് ശാന്ത ഇരുന്നത്. പുറത്തേക്കൊന്നും പോയില്ല, ഒളിക്കാനൊന്നും ശ്രമിച്ചില്ല. പോലീസ് സംഘത്തെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് പോലീസ് എത്തിയല്ലോ, ഇനി എനിക്ക് പേടിക്കേണ്ട എന്നാണ്. ഇന്നലെ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം പുലർച്ചെ 6 മണിയോടെയാണ് കരുളായി കുണ്ടുങ്കൽ ഗ്രാമത്തെ ഞെട്ടിച്ച അതിക്രൂര കൊലപാതകം അരങ്ങേറിയത്. രക്തത്തിൽ കുളിച്ചു കിടന്ന അമ്മയെ കണ്ട് അലറി വിളിച്ച് കരഞ്ഞ കുട്ടികളെ നാട്ടുകാർ അയൽ വീട്ടിലേക്കാണ് മാറ്റിയത്. പിന്നീട് രജിലയുടെ ബന്ധുക്കളെത്തി വാസുപടിയിലേക്ക് കൊണ്ടുപോയി ആ കുട്ടികളെ. ഗുരുതരാവസ്ഥയിലായിരുന്ന രജിലയെ ആംബുലൻസിൽ നിലമ്പൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ശാന്ത പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ മണിക്കൂറുകളോളം ഇരുന്നു. അടുക്കളയിലാണ് ഇരുന്നത് ഇവർ. അടുക്കളയുടെ അടുപ്പിനടിയിൽ ഇവർ ഈ കത്തിയും ഒളിപ്പിച്ചു വെച്ചിരുന്നു. 6:40 ഇൻസ്പെക്ടർ സനിൽ രാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി. അതിനുശേഷം രജിലയുടെ രക്തം ശാന്തയുടെ ശരീരത്തിലെ വസ്ത്രങ്ങളും തെറിച്ചു വീണിരുന്നു. ശരീരത്തിലെ രക്തപ്പാടുകൾ കഴുകിക്കളയാൻ പോലും ശാന്ത ശ്രമിച്ചില്ല. പോലീസ് വിളിച്ചപ്പോൾ അക്ഷോഭ്യയായി, വളരെ ക്രൂരയായി, കുറുത്തയായി, ഒരു ഭയങ്കര ദേഷ്യത്തിലൊക്കെ ജീപ്പിൽ കയറുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30 നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴും യാതൊരു കൂസലുമില്ലാതെ ഇരിക്കുകയായിരുന്നു ശാന്ത എന്ന സ്ത്രീ. എന്തായാലും തെളിവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കുറ്റകൃത്യം നടത്തിയത് എങ്ങനെയാണെന്ന് പോലീസിനോട് വിവരിച്ചിട്ടുണ്ട്. വെട്ടാൻ ഉപയോഗിച്ച വാക്കത്തി അടുക്കളയിൽ വിറകൾക്കിടയിലാണ് ഒളിപ്പിച്ചിരുന്നത്. മടി കൂടാതെ പോലീസിനത് എടുത്തു കൊടുക്കുകയും ചെയ്തു. രജിലയുടെ കിടപ്പുമുറിയിലും മുൻവാതിലിന് സമീപത്ത് രക്തം തളം കെട്ടിയ അവസ്ഥയിലായിരുന്നു. അവയുടെയും ശാന്തയുടെ ശരീരത്തിൽ പുരണ്ട രക്തത്തിന്റെ സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഖരിക്കുകയും ചെയ്തു. വീട്ടിൽ ശാസ്ത്രീയ കുറ്റാന്വേഷകർ തെളിവെടുപ്പ് നടത്തി. SI-മാരായ ദിനേശ് കുമാർ, പുല്ലാട്ട്, ജെയിംസ് ജോൺ, അബ്ദുൾ നാസർ, ASI ജാഫർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണത്തിൽ പങ്കെടുത്തു. രജിലയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം പുറത്തുപോയ സമയത്താണ് ഈ കൊടും ക്രൂരത വീട്ടിനുള്ളിൽ അരങ്ങേറിയത്. ഈ സമയം ചായ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. ചോര ചീറ്റുന്ന ശരീരവുമായി രജില ഓടാൻ ശ്രമിച്ചെങ്കിലും വാതിൽക്കൽ തളർന്നു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രജില രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വാതിൽക്കൽ തന്നെ തളർന്നു വീണു. നിലവിളി കേട്ടുണർന്ന കുട്ടികൾ കരഞ്ഞു. ശബ്ദം കേട്ടെത്തിയ അയൽവാസികൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കഴുത്ത്, മുഖം, തല, കൈകൾ എന്നിവിടങ്ങളായി ഗുരുതരമായി വെട്ടേറ്റ നിലയിലായിരുന്നു രജില. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണമായത്. പോലീസ് ശാന്തയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതേസമയം നമ്മൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. അതുൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അതുകൂടി ഒന്ന് വിശദമായി നോക്കാം.
അലുവ അതുൽ വധവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അലുവ അതുലിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു. അലുവ അതുൽ വധവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും സംഭവത്തിൽ കൊലയാളികളും പോലീസും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന വിവിധ രേഖകളുണ്ടെന്നുമുള്ള ആരോപണവുമായിട്ടാണ് അതുലിന്റെ കുടുംബം രംഗത്ത് വന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും അതുലിന്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 7-ന് ജാമ്യത്തിലിറങ്ങിയ അതുൽ സുഹൃത്ത് കുക്കു എന്ന് വിളിക്കുന്ന മനുവുമായി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം തിരികെ വീട്ടിലേക്ക് കാറിൽ വരുമ്പോൾ പോലീസ് സ്റ്റേഷന് 2 കിലോമീറ്റർ അകലെ വെച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലയാളികൾക്ക് അതുൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന വിവരവും എത്തിയ ശേഷം തിരികെ പോകുന്ന വിവരവും വ്യക്തമായി കിട്ടിയിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. മിക്കപ്പോഴും കാർ ഓടിച്ചിരുന്ന അതുൽ കാർ ഓടിക്കാതെ സമീപ സീറ്റിലാണ് ഇരിക്കുന്നതെന്നും വ്യക്തമായ വിവരം കിട്ടിയതിനെ തുടർന്നാണ് കൊലയാളികൾ കാർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാറിന്റെ ഇടതുഭാഗത്ത് അതുൽ ഇരുന്ന സ്ഥാനത്ത് ആക്രമണം നടത്തിയതെന്നും ഇവർ പറയുന്നു. ആക്രമണത്തിലെ മുഖ്യപ്രതി അനീർ മുൻപ് തന്നെ അതുലിന്റെ ബന്ധുവിനോട് അതുലിനെ കൊല്ലാൻ പോലീസിന്റെ സഹായങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞതായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലയ്ക്ക് സഹായം ചെയ്തു എന്ന് ആരോപിക്കുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസിന്റെയും പ്രതികളുടെയും ഫോൺ രേഖകളും പരിശോധിക്കണമെന്നും പ്രതികളെ പോലീസ് പിടികൂടിയതല്ലെന്നും മുൻ ധാരണ പ്രകാരം കീഴടങ്ങിയതാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. വധഭീഷണി ഉണ്ടായിരുന്നിട്ടും അതുലിന് പോലീസ് സംരക്ഷണം നൽകിയില്ല എന്നും അതുൽ കൊലക്കേസിൽ പോലീസിന്റെ പങ്ക് തെളിയിക്കുന്നതിന് നിയമ പോരാട്ടം നടത്തുമെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും അതുൽ വധക്കേസിൽ 10 പ്രതികൾ അറസ്റ്റിലായി. ഗുണ്ടാപ്പകയിൽ ഓച്ചിറ മടത്തിൽക്കാരായ്മ കൃഷ്ണവിലാസം വീട്ടിൽ അതുലിനെയാണ് പട്ടപ്പകൽ ജനമധ്യത്തിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. നേരിട്ട് സംഭവത്തിൽ ഉൾപ്പെട്ടവരും സഹായികളും ഉൾപ്പെടെ 10 പേരാണ് അറസ്റ്റിലായത്. 8 പേരെ സംഭവ ദിവസം തന്നെ പിടികൂടിയിരുന്നു. മുഴുവൻ പ്രതികളെയും 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ M. ഹേമലത പറഞ്ഞു. സംഭവം നടന്ന ഉടൻ തിരുവനന്തപുരം റേഞ്ച് DIG ഹിമചന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ സൗത്ത് സോണിലെ മുഴുവൻ പോലീസ് മേധാവികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് 10 പ്രതികളെയും വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞതെന്നും കമ്മീഷണർ വ്യക്തമാക്കി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ കടത്തൂർ കണ്ണമ്പള്ളി തെക്കതിൽ വീരപ്പൻ എന്ന് വിളിക്കുന്ന A. അനീർ 32 വയസ്സ്, K. വിഷ്ണു, അതുപോലെ തന്നെ A. നൗഫൽ, വടക്കതിൽ S. ഹുസൈൻ, അതുപോലെ തന്നെ മുഹമ്മദ് ആഷിഖ്, S. ഷംന, ഇവർക്ക് സഹായികളായി പ്രവർത്തിച്ച തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക് റഹീം മൻസിലിൽ കഷണ്ടി ഫൈസൽ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ ഖാൻ, അതുപോലെ തന്നെ മൻസിൽ N. അലി ഉമ്മർ, ഷിനു പീറ്റർ, അതുപോലെ തന്നെ T. ആദിൽ മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവരെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കി കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു. അതേസമയം പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാർ തൊടിയൂർ ചെട്ടിയത്ത് മുക്കിലെ ഒരു വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ സംഭവ ദിവസം രാത്രി തന്നെയൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇവർ കടന്നു കളഞ്ഞ കാറും മാരകായുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതുലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പട്ടാപ്പകൽ നടു റോഡിലാണ് അതിക്രൂര കൊലപാതകം അരങ്ങേറിയത്. പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കരുനാഗപ്പള്ളി പുതിയകാവിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡിൽ വെച്ച് വെറും 1.5 മിനിറ്റിലാണ് അതുലിനെ അക്രമി സംഘം വെട്ടിയത്. ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത കാർ കൊണ്ട് തട്ടി റോഡിലെ കുഴിയിലേക്ക് ഇട്ടു. പിന്നാലെ ചാടി ഇറങ്ങി അതുലിനെ വലിച്ചു പുറത്തിട്ട ശേഷം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട അതുലിന് ചോര കാണുന്നതായിരുന്നു ലഹരി എന്നാണ് ഗുണ്ടാ സംഘങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എതിരാളികളെ ആക്രമിക്കാൻ കൂടമാണ് അതുൽ ഉപയോഗിച്ചിരുന്നത്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ മറ്റ് ലഹരി ഉപയോഗങ്ങളോ ഇല്ലാത്ത അതുലിനെ മനുഷ്യരക്തമാണ് ലഹരി പിടിപ്പിച്ചിരുന്നതെന്നാണ് മുൻ സംഘാംഗങ്ങൾ പറയുന്നത്. വിവിധ സ്റ്റേഷനിലായി 25-ലേറെ കേസുകളിൽ അതുൽ പ്രതിയാണ്. 3 വട്ടം കാപ്പ കേസിൽ അറസ്റ്റിലായിട്ടുമുണ്ട്. അലുവ ഇഷ്ടമായതിനാലാണ് ഓച്ചിറ മടത്തിൽക്കാരായ്മ കൃഷ്ണവിലാസം വീട്ടിലെ അതുലിനെ അലുവ അതുൽ എന്ന് വിളിക്കുന്നതെന്നും അതല്ല അതുലിന്റെ കുടുംബത്തിന്റെ അലുവയുമായുള്ള ബന്ധമാണ് ആ പേരിന് പിന്നിലെന്നും നാട്ടുകാർ പറയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.